ഹായ്, ഇന്നൊരു മീൻ പീരയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കിളിമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ കിളിമീൻ വെച്ച് വേണം നമ്മൾ പീര ഉണ്ടാക്കാനായിട്ട് കേട്ടോ. വിളഞ്ഞ മീൻ എടുക്കരുത്, തീരെ ചെറിയ കിളിമീനെ ഇതിനെടുക്കാവൂ. ഈ ഒരു മീൻ ചുവന്ന കോരയെന്നും പറയാറുണ്ട്, പല നാട്ടിൽ പല പേരായിരിക്കും ഇതിന്. സാധാരണ നമ്മൾ പീര ഉണ്ടാക്കാനായിട്ട് നെത്തോലി അല്ലെങ്കിൽ ചെറിയ മത്തി, കാരൽ അങ്ങനെയൊക്കെയുള്ള മീനല്ലേ എടുക്കാറ്. അപ്പോൾ നിങ്ങളിനി കിളിമീൻ കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കിലോ കിളിമീനെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു മീൻ തന്നെ ഞാൻ 3 പീസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വലിയ പീസാക്കരുത്, ചെറിയ പീസായിട്ട് കേട്ടോ. അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരക്കി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 6 പീസ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി അമ്മിക്കല്ലിലോ മിക്സിയുടെ ജാറിലോ ഇട്ടൊന്ന് ചതച്ചെടുക്കണേ. ഒരുപാട് അങ്ങ് അരയരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ലേശം ഒരു വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു കൈവെള്ളം തളിച്ചു കൊടുത്തത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയരുത് കേട്ടോ, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യാവൂ. തേങ്ങ ഒന്ന് ചതഞ്ഞ് കിട്ടണം, അത്രയും മതിയേ. ഇനി ഇതുണ്ടാക്കാനായിട്ട് ചട്ടിയിലേക്ക് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്തു. പിന്നെ ഞാൻ 5 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 6 പീസ് കുടംപുളി ചേർത്ത് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാമേ. ഒരുപാടാകരുത്, ജസ്റ്റ് ആ മീനൊന്ന് വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. നമ്മൾ ഇതിനകത്ത് പുളി ചേർക്കുന്നത് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 10 മിനിറ്റിന് മുമ്പ് നമ്മൾ ആ കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ വെള്ളത്തിലിട്ടതിന് ശേഷം ചേർത്താൽ ആ പുളി പെട്ടെന്ന് ഇറങ്ങി കിട്ടും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരുപാടിട്ട് ഇളക്കരുത്, കിളിമീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോണ മീനാണ്. വളരെ ശ്രദ്ധിച്ച് ഇതേപോലെ ചെറുതായിട്ട് അടുക്കി പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച് പീര ഉണ്ടാക്കുകയും ചെയ്യരുത്, അടുക്കി പിടിക്കും. തീരെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റണ വരെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. ഇതിപ്പോൾ ഇളക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടി ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്ത് വേണേൽ ഈ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മീന പൊടിയാണ്ട് വേണം ജസ്റ്റ് ഇതൊന്ന് ഇളക്കാനായിട്ട്. കണ്ടോ, നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞിട്ടില്ല. ഈ ഒരു സ്റ്റേജിൽ വേണമെന്നുള്ളവർക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം പച്ച വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.